കേസിൽ ഒരു എഫ്ഐആർ ഇട്ടതായിട്ടോ ഒരു പ്രോപ്പർ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്, സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണെങ്കിൽ നിയമപ്രകാരം ആദ്യം ചെയ്യേണ്ടത് ഇതൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ആർക്കാണോ ദോഷം വന്നിട്ടുള്ളത്, ഗവൺമെന്റ് ദോഷം വന്നിട്ടുണ്ടോ, പണം പോയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ, അത് ചെയ്തിട്ട് ഒരു എഫ്ഐആർ ഇട്ടതിന് ശേഷം അത് ഒരു എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ TMLA അന്വേഷിക്കണം. EDക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഫെമ വയലേഷൻ ഉണ്ടോ അത് അന്വേഷിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ശരിക്കും നമ്മൾ വ്യക്തമായ രീതിയിൽ ഇതിൽ സർക്കാരിനോ പൊതുജനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഒരു ലോസ് ഉണ്ടാകുമ്പോഴാണല്ലോ, ആർക്കാണ് ലോസ് ഉണ്ടായിട്ടുള്ളത്? ശരിക്കും കായിക പ്രേമികൾക്ക് വളരെ വലിയ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന നമ്മൾക്ക് മെസ്സിയെ പോലെ ഒരാള് കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അതുണ്ടായിട്ടില്ല. 23 വലിയൊരു കാലോട് വലിയ പ്രതീക്ഷയോടെ ഇരുന്നു. അതുണ്ടായിട്ട് ഒരു നമുക്കൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ ഒരു കാര്യം നടന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമേ എനിക്ക് പറയാനുള്ളത്, ഇതിന് എന്താണ് നഷ്ടം, എത്രയാണ് നഷ്ടം, ആർക്കാണ്, ആരുടെ പണം എവിടെ എപ്പോൾ കൊടുത്തു, ഈ കാര്യങ്ങൾക്ക് ഗവൺമെന്റിനും ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും വ്യക്തമായ ധാരണ വേണം. ഈ 126 കോടി രൂപ ആരുടെ പൈസയാണ്? സർക്കാരിന്റെ പൈസയാണോ? സ്പോർട്സ് മിനിസ്റ്ററുടെ പൈസയാണോ? ഇപ്പൊ ഞാനൊരു ചെറിയ രീതിയിൽ നോക്കിയ കൂട്ടത്തിൽ ഒരു 13 ലക്ഷം രൂപയുടെ ചെലവ് ഗവൺമെന്റ് വന്നിട്ടുണ്ട്. കാരണം 2 ആളുകൾ അവിടെ സ്പെയിനിലൊക്കെ പോയി, അല്ലെങ്കിൽ അവിടെ എല്ലാം പോയി വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു 13 ലക്ഷത്തിന്റെ കണക്ക് കാണുന്നുണ്ട്. അതൊരു നഷ്ടമായിരിക്കാം. അല്ലാതെ ഇപ്പൊ റിപ്പോർട്ടർ TVയുടെ ഉടമസ്ഥർ ഓരാരെങ്കിലും കാശ് മുടക്കുകയോ കൊടുക്കുകയോ വാങ്ങിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടുന്ന് എപ്പോൾ വാങ്ങി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ റിപ്പോർട്ട് പബ്ലിക്കായിട്ട് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. ഈ റിപ്പോർട്ടിൽ വ്യക്തതയോട് കൂടിയിട്ട് ഈ കാര്യങ്ങളുണ്ടെങ്കിൽ കേരള പോലീസ് ആദ്യം ചെയ്യേണ്ടത് ഒരു എഫ്ഐആർ രജിസ്റ്റർ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയതുകൊണ്ട് CBIയോടോ അതുപോലുള്ള ബാക്കിയുള്ള ഏജൻസിയോടോ ഇവർക്ക് അന്വേഷിക്കാനാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ പറയുന്ന PMLA ഫെമ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ, ഇന്നത്തെ രീതിയിൽ പ്രശാന്ത്ജിയുടെ റിപ്പോർട്ടിന്റെ മറ്റേ അടിസ്ഥാനത്തിൽ അത് എന്ത് ചെയ്യാൻ കഴിയും ഒന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമുണ്ട്. കാരണം ഇത് നിയമോപദേശത്തിന് വേണ്ടി AGയുടെ ഓഫീസിലേക്ക് പോകും, അതുപോലെ ADGPയുടെ ഓഫീസിലേക്ക് പോകും. ഇവർ വിശദമായി പരിശോധിച്ചിട്ട് ഇതിലൊരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു FIR വരും. അതിനുശേഷം ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതായിരിക്കും ഉചിതമാണ് എനിക്ക് തോന്നുന്നത്.